കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് അങ്ങനെ നമുക്കറിയാലോ, അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് 3 മാസമായിരുന്നു കുട്ടികൾ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ആൻറ്റി റാഗിങ് സെല്ലുണ്ട്, അതുപോലെ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു 3 മാസക്കാലം കുട്ടികളെ കണ്ട് സംസാരിച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ. അപ്പോഴൊന്നും ഈ കുട്ടികൾ ആരും ഒരു സംഭവം പറഞ്ഞിട്ടില്ല. നമ്മൾ അതുപോലെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. പല വീട്ടുകാരും നമ്മൾ പറഞ്ഞപ്പം തന്നെയാണ് അറിയുന്നത്. അതായത് മാഡം ഈ 3 മാസത്തിനിടയിൽ മാഡം അവരെ കണ്ട് സംസാരിച്ച്, വിദ്യാർത്ഥികളെ കണ്ട് ആന്റി റാഗിങ് സ്ക്വാഡ് സംസാരിച്ചു, അപ്പോഴൊന്നും ഈ കാര്യം കുട്ടികളൊന്നും റിവീൽ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 11-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് കുട്ടികളിൽ നിന്ന് പരാതി കിട്ടുന്നത്. പേരൻസിനോടും പറഞ്ഞില്ല. അതിൽ ഒരു കുട്ടിയുടെ പേരന്റ് മാത്രമാണ് പറഞ്ഞത്. ആ പേരന്റാണ് 11-ാം തീയതി നമ്മളെ വാർഡൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ അല്ലല്ല, സർക്കാർ നഴ്സിംഗ് കോളേജിൽ വാർഡൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ തന്നെയാണ് വാർഡൻ. പിന്നെ പ്രിൻസിപ്പാളിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു അധ്യാപകരായാലും ഒരാളെ അസിസ്റ്റൻറ്റ് വാർഡനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ മെയിലിൻ്റെ ഹോസ്റ്റലിൽ ഒരു മെയിൽ അസിസ്റ്റൻറ്റ് വാർഡൻ ഉണ്ട്. അപ്പോൾ ആ വാർഡനാണ്, അസിസ്റ്റൻറ്റ് വാർഡനാണെന്ന് ചെന്നാൽ അസിസ്റ്റൻറ്റ് വാർഡനോട് ഒന്നും കുട്ടികൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ചോദിക്കാറുണ്ട്. നമ്മളാണെങ്കിൽ നമ്മുടെ പേരൻസിനോടെങ്കിലും പറയും. അങ്ങനെ പേരൻസിന് പോലും കുട്ടികൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അവരോടും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഇയറിലെ ക്ലാസ് ടീച്ചറൊക്കെ എപ്പോഴും അവരോട് ചോദിക്കുന്നു എന്തെങ്കിലും. കാരണം നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമല്ലോ. അപ്പം അവരോടൊക്കെ ചോദിച്ചാൽ കുട്ടികൾ പറയണ്ടേ, പറയാതെ നമ്മൾ എന്ത്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളെ ശ്രീമതി സുലേഖയാണ് സംസാരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു പരാതികളും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പ്രത്യേക ഒരു വാർഡൻ ഇല്ല പ്രിൻസിപ്പളിനും. ഒപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കുമാണ് അതിന്റെ ചുമതല എന്നാണ്. പേടിച്ചിട്ടായിരിക്കാം. കാരണം ഇത് തന്നെ സഹികെട്ടപ്പോഴാണ് ഈ ആഴ്ചയിൽ 800 രൂപ കൊടുക്കുക, അത് 2000 വേണമെന്ന് പറഞ്ഞ് അത് കൊടുക്കാത്തപ്പോൾ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ ആദ്യത്തിൽ ചെല്ലുന്ന നമ്മുടെ നാട്ടിൽ ഈ റാഗിങ് കുറെ കാലമായിട്ട് ഒരു നാട്ടിടപ്പ് പോലെ പലപ്പോഴും ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് കുറെ ആ കുട്ടികൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിധി വിട്ടപ്പോഴാണ് അവർ അത് ഒരു തരത്തിലും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം ഈ മുതിർന്നവർക്കുമില്ല. എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ തന്നെ അത് എതിർക്കാനോ അല്ലെങ്കിൽ പരാതിപ്പെടാനുള്ള ധൈര്യം സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്കുണ്ടായാലും. അവർ പുതിയ ആളുകളാണ്, അവിടെ ചെന്ന് കയറിയതേ ഉള്ളൂ. എന്താണ് ചെയ്യുക എന്ന് അവരും പകച്ചു പോയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് വീട്ടിലും പറയാതിരുന്നത്. അതിൽ ഇപ്പോഴെങ്കിലും സത്യം വെളിപ്പെട്ടത് ആശ്വാസം. കൃത്യമായ നടപടികൾ പോലീസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കും.